മധ്യപൂർവേഷ്യയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത റഷ്യ എല്ലാവരും ശത്രുത അവസാനിപ്പിക്കണമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യുദ്ധ സാഹചര്യം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഇപ്പോൾ അമേരിക്കയും ഇറാനും ഉടൻ ചർച്ചകൾ ആരംഭിക്കണം എന്നും രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, റഷ്യയുടെ ഒരു പ്രതികരണം ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് റഷ്യ. നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് റഷ്യ വിലയിരുത്തുന്നത്? അമൃത, മധ്യപൂർവേഷ്യയിലും പശ്ചിമേഷ്യയും അശാന്തമായി തുടരാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ 48 പിന്നിടുന്നു. 2 ദിവസം കഴിയാറാകുമ്പോൾ ഇനിയും ഇതുപോലെ കൈകെട്ടി നോക്കി നിന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകും. അത് വലുതാകുമെന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. നേരത്തെയൊക്കെ മൗനം സ്വീകരിച്ചിരുന്ന, മിണ്ടാതിരുന്ന, ഇതെല്ലാം നോക്കിക്കണ്ടിരുന്ന രാജ്യങ്ങളെല്ലാം ചെറുതായി ഇടപെട്ട് തുടങ്ങുന്നു. അതൊരു സമാധാനത്തിന്റെ വാർത്ത കൂടിയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഏറ്റവും ഒടുക്കം റഷ്യ എത്രയും വേഗം ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇന്നലെയും റഷ്യ സമാനമായി പ്രതികരിച്ചിരുന്നു. ഒരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടി ചർച്ച ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ആശങ്കയിലാക്കുന്നത് പവർ പൊളിറ്റിക്സിന്റെ ഒരു കാര്യമാണ്. കാരണം പല രാജ്യങ്ങളും ഇറാന് പിന്തുണ അറിയിച്ചും പല രാജ്യങ്ങളും ഇസ്രായേലിന് പിന്തുണ അറിയിച്ചും രംഗത്തെത്തുന്നു. അതായത് രണ്ട് ശക്തികളായി ഈ ലോകരാജ്യങ്ങൾ മാറുന്നൊരു സ്ഥിതിവിശേഷത്തിൽ കാര്യങ്ങൾ പോയാൽ യുദ്ധമുഖത്ത് അത് വലിയ വിനാശം വിതയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും ഒടുക്കം പറയേണ്ട ചൈനയുടെ കാര്യമാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇറാന്റെ സുപ്രീമസിയിലേക്ക്, ഇറാന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രേഷനിലേക്ക്, അല്ലെങ്കിൽ ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അതിർത്തികൾ ലംഘിച്ച് വരുന്ന ആക്രമണങ്ങളെ അപലപിക്കുന്നതിനപ്പുറത്തേക്ക് റിട്ടാലിയേഷനിലേക്ക് ഇറാനെ സഹായിച്ചേക്കുമെന്ന സൂചന നൽകുന്ന തരത്തിൽ ചൈനീസ് പ്രതികരണം വരുന്നുണ്ട്. നമ്മൾക്കറിയുന്ന പോലെ തന്നെ ഇറാന് വലിയ രീതിയിലുള്ള സൈനിക സഹായം നൽകുന്ന, അല്ലെങ്കിൽ ഇറാന്റെ നിലവിൽ കൈയുള്ള ഇപ്പോഴുള്ള ഏറ്റവും എക്യുപ്ഡ് ആയ മെഷീനറീസും ആഴ്സണൽസും യുദ്ധ സാമഗ്രികളെല്ലാം വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. ചൈന നേരിട്ട് യുദ്ധത്തിലേക്ക് പങ്കെടുക്കുമെന്ന് പറയുന്നില്ലെങ്കിലും പറയാതെ പറയുന്നത് ഇറാനോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. അതിനർത്ഥം കൂടുതൽ സൈനിക ഉപകരണങ്ങൾ നൽകിയേക്കും. അതേപോലെ തന്നെ ഇസ്രായേലിനും അമേരിക്കയും പിന്തുണ അറിയിച്ചുകൊണ്ട് നാറ്റോ സഖ്യത്തിൽ തന്നെയുള്ള ജർമ്മനിയും യുകെയും കൂടി രംഗത്ത് വരുന്നു. ഈ ജർമ്മനിയും യുകെയും കൂടി രംഗത്ത് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയേണ്ടത്, ഇറാനിലേക്ക് ഒരു കരയുദ്ധം നടത്താൻ നിലവിൽ അമേരിക്കയ്ക്ക് സാധ്യമാവുക അമേരിക്കയുടെയും ഈ പറയുന്ന പോലെ തന്നെ യുകെയുടെയും ഒക്കെയുള്ള സൈനിക താവളങ്ങളുള്ള പശ്ചിമ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. അതിന്റെ ഭാഗമായി എന്നോണം അതിലൊരു പ്രതിരോധം തീർക്കുക എന്ന മട്ടിലാണ് നേരത്തേക്ക് ഇറാൻ മധ്യപൂർവേഷ്യയിലുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഈ അമേരിക്കൻ സൈനിക ക്യാമ്പുകളിലേക്കും, ഇന്ന് തന്നെ യുകെയുടെ സൈനിക ക്യാമ്പ് സൈപ്രസിലുണ്ട്. യുകെയും ഇത് പറയുന്ന പോലെ തന്നെ ഇറാനുമായി അടുത്ത് നിൽക്കുന്ന രാജ്യമാണ്. അതായത് ഇറാന് ഏറ്റവും കൂടുതൽ ത്രെറ്റ് വരാൻ സാധ്യത യുകെയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും സൈനിക താവളങ്ങളുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ അങ്ങനെ ഒരു ത്രെറ്റ് വരാതിരിക്കാൻ, അതായത് പ്രതിരോധം തീർക്കാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അത്യാധുനിക സാങ്കേതിക വിദ്യ ഇറാന്റെ മുമ്പിലില്ല. ഇറാൻ ഈ പറഞ്ഞ പോലെ ഇസ്രായേലിനെ പോലെയും അല്ലെങ്കിൽ അമേരിക്കയെ പോലെയും ഒക്കെ വലിയ ഹൈ എക്യുപ്ഡ് ആയ എയർ ഡിഫൻസ് മെക്കാനിസം എന്നുള്ള രാജ്യമല്ല. അവർക്കുണ്ടെങ്കിൽ തന്നെ താരതമ്യേന ഇസ്രായേലുമായി കമ്പയർ ചെയ്യുമ്പോൾ അയൺ ഡോം പോലെയൊന്നും ശക്തിയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തേക്ക് വരുന്ന ആക്രമണങ്ങളെ തടയാൻ കാര്യമായ പ്രതിരോധങ്ങൾ ഇല്ലാത്ത രാജ്യം പ്രതിരോധം എന്ന കണക്കെയാണ് പ്രത്യാക്രമണം നടത്തുന്നത്. അതായത് ഇറാന്റെ പ്രതിരോധത്തെ നമുക്ക് ഇറാന്റെ പ്രത്യാക്രമണത്തെ, അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളടക്കം ഇറാൻ നടത്തുന്ന ഈ ആക്രമണങ്ങളെ ഒരു പ്രതിരോധം എന്ന കണക്കൂടി നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നോ സൈപ്രസിൽ നിന്നോ അല്ലെങ്കിൽ ഇറാഖിൽ നിന്നോ അമേരിക്കൻ സൈനിക താവളിൽ നിന്നോ ഒരു ആക്രമണം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, അത് രാജ്യത്തേക്ക് എത്തുന്നതിന് മുമ്പ് തിരിച്ചാക്രമിച്ചതിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു റിട്ടാലിയേഷനെ അത് നമുക്ക് പ്രതിരോധം എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നിർവചിക്കാം. അതാണ് നിലവിൽ ഇറാൻ നടത്തുന്ന സ്ട്രാറ്റജിയും. നമ്മൾക്കറിയുന്ന പോലെ തന്നെ ദിക്കകലെയുള്ള അമേരിക്കയിലെ ഇപ്പോൾ ന്യൂജേഴ്സി ആണെങ്കിലും ന്യൂയോർക്ക് ആണെങ്കിലും അവിടെയൊന്നും ഈ യുദ്ധത്തിന് അലയൊടികളിൽ അവിടുത്തെ മനുഷ്യരൊക്കെ സമാധാനമായി കഴിയുന്നു. പക്ഷേ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയാണ്. അമേരിക്ക തുടങ്ങി വെച്ച യുദ്ധത്തിൽ അമേരിക്കക്കാർ സുഖമായി ഉറങ്ങുമ്പോൾ അതിന്റെ ഭാഗമായി അമേരിക്ക സൈനിക താവളം നൽകിയെന്ന ഒറ്റ കാരണത്താൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഉറക്കം കെടുന്നു. ഇത് യഥാർത്ഥത്തിൽ വലിയൊരു അനീതി എന്നോണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ രാജ്യത്തലവന്മാർക്ക് ബോധ്യപ്പെടണം എന്നൊരു ഉദ്ദേശം കൂടി ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തുടരെ ആക്രമണം നടത്തുന്നത്. അങ്ങനെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തുടരെ ആക്രമണം നടത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷ അത് ബാധിക്കും. ആ സുരക്ഷയെ ബാധിക്കുന്നതിന് കാരണം എന്തെന്ന് അവിടുത്തെ രാഷ്ട്രതലവന്മാർ ഒരു ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധന നടത്തി അവർക്ക് തിരിച്ചറിയാനാകും അമേരിക്ക സൈനിക താവളം നൽകിയതിനുള്ള പ്രതിരോധമാണ് അല്ലെങ്കിൽ പ്രതികാരമാണ് ഇറാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അമേരിക്കയ്ക്ക് മേൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാർ സമ്മർദ്ദം ചെലുത്തിയേക്കും, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇറാൻ, അതായത് മനഃപൂർവ്വം കണക്കുകൂട്ടി, നമ്മൾ നേരത്തേക്ക് പറഞ്ഞു കണ്ണടച്ച് ഇറാൻ തിരിച്ചടിക്കുകയാണ്. കണ്ണടച്ച് ഇറാൻ തിരിച്ചടിക്കുമ്പോഴും കൃത്യമായ കണക്കുകൂട്ടൽ ഇറാനുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അമേരിക്ക മുകളിൽ ഉണ്ടാവുകയുള്ളൂ, അമേരിക്കയ്ക്ക് മേൽ വരികയുള്ളൂ. ആ സമ്മർദ്ദം ഉണ്ടാകുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഇപ്പോഴും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇറാൻ നിരന്തരം തുടരെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സമാധാനത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ 2 ദിവസത്തിന് കാര്യമായ സമാധാനത്തിന് വേണ്ടിയുള്ള നെഗോഷിയേഷൻസ്, ഒരു ബാക്ക് ചാനൽ ചർച്ചകളൊന്നും എവിടെയും നടന്നു കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് ഇതേപടി മുന്നോട്ട് പോയാൽ അത് വലിയ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ ആദ്യഘട്ടം എന്നോണം ഖത്തർ നാച്ചുറൽ ഗ്യാസ് സപ്ലൈ നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. ഈ ഖത്തർ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ നിർത്തുമ്പോൾ സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്ന നാച്ചുറൽ ഗ്യാസിന്റെ കുറവാണ് വരുന്നത്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി
അടക്കം നേരിടും. വരവേ ഇത് എണ്ണ ഗതാഗതം കൂടി നിലക്കുമ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ഫ്യൂവൽ സാങ്ഷനിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ധന ഉപരോധത്തിൽ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും പല മേഖലകളിലും വലിയ തരത്തിലുള്ള ക്രൈസിസ് പ്രതിസന്ധി ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നന്ദി. സുഹൈൽ മുഹമ്മദ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.